പേരും പാൻ കാർഡിലെ പേരും തമ്മിൽ വ്യത്യാസമുണ്ടോ? വിഷമിക്കേണ്ട, സിമ്പിളായി പരിഹാരം കാണാം. ജനഹിതം 24/7 എല്ലാവർക്കും സ്വാഗതം. ആധാർ കാർഡിലെ പേരും പാൻ കാർഡിലെ പേരും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് പല പ്രധാന കാര്യങ്ങൾക്കും തടസ്സമാകാറുണ്ട്. ടാക്സ് ഫയൽ ചെയ്യാനോ ബാങ്ക് അക്കൗണ്ട് തുറക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാവശ്യങ്ങൾക്കോ ഒക്കെ പോകുമ്പോഴാണ് ഇക്കാര്യം അറിയുന്നതെങ്കിൽ കാലതാമസം നേരിട്ടേക്കാം. ആധാർ പാൻ കാർഡുകളിലെ പേര് തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ കാർഡുകൾ ലിങ്ക് ചെയ്യാൻ പറ്റാതെ വരും. ഇത് ITR ഫയൽ ചെയ്യുന്നതിനും മറ്റ് സേവനങ്ങൾക്കുമൊക്കെ തടസ്സമുണ്ടാകും. അതുപോലെ നികുതി റീഫണ്ട് കിട്ടാൻ വൈകും. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ TDS അല്ലെങ്കിൽ TCS എന്നിവയിൽ കുറവ് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിയമപരമായ പ്രശ്നങ്ങളും ഉണ്ടാകാം. ഇന്ത്യയിലെ പ്രധാന സാമ്പത്തിക സേവനങ്ങൾക്ക് ആധാറിലെയും പാനിലെയും വിവരങ്ങൾ ഒരേപോലെ ആയിരിക്കണം എന്നാണ് നിയമം. ഈ തെറ്റുകൾ തിരുത്താൻ എളുപ്പ വഴികളുണ്ട്. പേര് തെറ്റായി വരാൻ പല കാരണങ്ങളുണ്ട്. ഒന്നാമത് സ്പെല്ലിംഗിലെ തെറ്റുകൾ തന്നെയാണ്. മറ്റൊന്ന് ആധാർ, പാൻ എന്നിവയിൽ ഒന്നിൽ ഇനിഷ്യൽ ഉപയോഗിക്കുകയും മറ്റൊന്നിൽ മുഴുവൻ പേര് ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ മിഡിൽ നെയിം ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ അധികമായി ചേർക്കുക, വിവാഹശേഷം പേരുകൾ മാറുക, പേരുകളിൽ കുത്തുകൾ, കോമകൾ തുടങ്ങിയവ തെറ്റായി ഉപയോഗിക്കുക, പേരുകളുടെ ക്രമം മാറ്റി എഴുതുക എന്നിങ്ങനെ വിവിധ തെറ്റുകൾ സാധാരണയായി ഉണ്ടാവാറുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. പാൻ കാർഡിൽ നൽകിയിരിക്കുന്ന പേര് തന്നെയാണ് ബാക്ക് എൻഡിൽ ഉണ്ടാവുക എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. പാൻ കാർഡിലെ പേരും വെബ്സൈറ്റിലെ പേരും തമ്മിൽ വ്യത്യാസം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാൻ കാർഡിലെ പേരും ആധാറിലെ പേരും ഒരുപോലെ ആണെങ്കിലും വെരിഫിക്കേഷനുകൾ നടക്കാതെ വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ പാനിലെ ഒറിജിനൽ നെയിം തന്നെയാണോ പാൻ കാർഡിൽ വന്നിരിക്കുന്നത് എന്ന് ഡബിൾ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ആധാറിൽ പൊതുവെ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. ഇത് പലരും മനസ്സിലാക്കുന്നത് എന്തെങ്കിലും ആവശ്യത്തിന് ബാങ്കിലോ അക്ഷയ കേന്ദ്രത്തിലോ ഒക്കെ എത്തുമ്പോഴായിരിക്കും. എന്തെങ്കിലും അത്യാവശ്യത്തിനാണ് നിങ്ങൾ ചെല്ലുന്നത്, ലാസ്റ്റ് ഡേറ്റ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാറ്റിയെടുക്കാനുള്ള സമയത്തിനുള്ളിൽ നിങ്ങളുടെ ആവശ്യം നടക്കാതെ പോയേക്കും. അതുകൊണ്ട് ആധാറും പാനും ആദ്യമേ തന്നെ സൂക്ഷ്മമായി പരിശോധിക്കുന്നത് നല്ലതാണ്. കാർഡുകളിലെ വിവരങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ മുഴുവൻ പേര്, ജനനത്തീയതി, ലിംഗം, വിലാസം എന്നീ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പരിശോധിക്കുക. തെറ്റുണ്ടെന്ന് കണ്ടെത്തിയാൽ ഏത് രേഖയാണ് തിരുത്തേണ്ടതെന്ന് തീരുമാനിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. പാൻ കാർഡിലാണ് തെറ്റുള്ളതെങ്കിൽ അത് തിരുത്തുക. ആധാറിലാണ് തെറ്റുള്ളതെങ്കിൽ ആധാർ തിരുത്തുക. ചില സമയങ്ങളിൽ രണ്ടും തിരുത്തേണ്ടി വരും. പാൻ കാർഡിലെ വിവരങ്ങൾ ഓൺലൈനായി എങ്ങനെ തിരുത്താമെന്ന് ആദ്യം നോക്കാം. പാൻ കാർഡ് തിരുത്താനുള്ള NSDL അല്ലെങ്കിൽ യുട്ടിഡ്സിൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. utidsil.com, nsdl.co.in എന്നീ URL വഴി വെബ്സൈറ്റിൽ കയറാം. കറക്ഷൻ ഇൻ പാൻ ഡാറ്റ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിക്കുക. ആധാറിലുള്ളതുപോലെ തന്നെ സ്പെല്ലിംഗ് ഉറപ്പുവരുത്തുക. ഇനി രണ്ട് കാർഡും തിരുത്തുന്നുണ്ടെങ്കിൽ രണ്ടിലും കോമൺ ആയി എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നൽകുക. തിരിച്ചറിയൽ രേഖ, മേൽവിലാസം തെളിയിക്കുന്ന രേഖ തുടങ്ങി ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക. ഓൺലൈനായി ഫീസ് അടയ്ക്കണം. അപേക്ഷ സമർപ്പിച്ച് അക്നോളജ്മെന്റ് നമ്പർ എഴുതിയെടുക്കുക. ഇതുപയോഗിച്ച് അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയാൻ കഴിയും. സാധാരണയായി അപേക്ഷ സമർപ്പിച്ചാൽ പുതിയ പാൻ കാർഡ് 2 ആഴ്ചയ്ക്കുള്ളിൽ ലഭിക്കും. എന്തെങ്കിലും കാരണത്താൽ താമസം വന്നാൽ സ്റ്റാറ്റസ് അറിയാൻ നേരത്തെ പറഞ്ഞ അക്നോളജ്മെന്റ് നമ്പർ ഉപയോഗിക്കാം. അടുത്തതായി ആധാർ കാർഡിലെ വിവരങ്ങൾ ഓൺലൈനായി എങ്ങനെ തിരുത്താം എന്ന് നോക്കാം. അതിനായി UIDAIയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ആധാർ നമ്പറും OTPയും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. OTP ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് വരും. അപ്ഡേറ്റ് ആധാർ അല്ലെങ്കിൽ അപ്ഡേറ്റ് ഡെമോഗ്രാഫിക് ഡാറ്റ ഓൺലൈൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് ശരിയാക്കാനുള്ള വിവരങ്ങൾ കൃത്യമായി നൽകുക. അതായത് പാൻ കാർഡിലെ വിവരങ്ങൾ അതേപടി പകർത്തി എഴുതുകയാണ് വേണ്ടത്. ശേഷം തിരിച്ചറിയൽ രേഖകളുടെ സ്കാൻ ചെയ്ത കോപ്പികൾ അപ്ലോഡ് ചെയ്യുക. അപേക്ഷ സമർപ്പിച്ച് അക്നോളജ്മെന്റ് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. തുടർന്ന് UIDAI വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാൻ കഴിയും. സാധാരണയായി ആധാർ തിരുത്താൻ കുറഞ്ഞ സമയം മതിയാകും. അടുത്ത സ്റ്റെപ്പ് വീണ്ടും പരിശോധിക്കുക, ലിങ്ക് ചെയ്യുക എന്നതാണ്. രേഖകൾ ശരിയായ ശേഷം പാൻ, ആധാർ കാർഡുകളിലെ വിവരങ്ങൾ ഒരുപോലെയാണോ എന്ന് വീണ്ടും പരിശോധിക്കുക. രണ്ടും ശരിയായിട്ടുണ്ടെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ വെബ്സൈറ്റിൽ പോയി ലിങ്ക് ആധാർ എന്ന ടൂൾ ഉപയോഗിച്ച് ലിങ്ക് ചെയ്യുക. വിശദാംശങ്ങൾ നൽകി മൊബൈലിലേക്ക് OTP റിക്വസ്റ്റ് ചെയ്യുക. OTP ഉപയോഗിച്ച് ലിങ്കിങ് പൂർത്തിയാക്കുക. വിവരങ്ങൾ ശരിയാണെങ്കിൽ ഉടൻ തന്നെ പാനും ആധാറും ലിങ്ക് ആകും. ലിങ്ക് ചെയ്തോ എന്ന് ഇതേ പോർട്ടലിൽ പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. അതുപോലെ പേരിൽ ചെറിയ തെറ്റുണ്ടെങ്കിൽ എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നുകൂടി നോക്കാം. ചെറിയ സ്പെല്ലിംഗ് തെറ്റുകളാണെങ്കിൽ നെയിം ആസ് പെർ ആധാർ എന്ന ഭാഗത്ത് ആധാറിലുള്ള പേര് നൽകാം. പേര് ഒരുപോലെ അല്ലെങ്കിൽ പോലും ജനനത്തീയതിയും ലിംഗവും ശരിയാണെങ്കിൽ ലിങ്ക് ചെയ്യാൻ അനുവദിക്കും. രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് OTP വരും. OTP ഉപയോഗിച്ച് വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക. വലിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും തിരുത്തണം. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്യുക.
ഫോം സമർപ്പിക്കുന്നതിന് മുമ്പ് സ്പെല്ലിങ്ങുകൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക. ആവശ്യമില്ലെങ്കിൽ ഇനിഷ്യലുകൾ ഉപയോഗിക്കാതിരിക്കുക. എല്ലാ രേഖകളുടെയും സോഫ്റ്റ് കോപ്പികൾ സൂക്ഷിക്കുക. അപേക്ഷയുടെ സ്റ്റാറ്റസ് വെബ്സൈറ്റിൽ പരിശോധിക്കുക എന്നിവയാണ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. ഇങ്ങനെ പാനും ആധാറും ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നികുതി അടയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. ബാങ്ക് ഇടപാടുകളും എളുപ്പമാകും. പിഴകളും നിയമപരമായ പ്രശ്നങ്ങളും ഒഴിവാക്കാം. ഒപ്പം സമാധാനപരമായി സാമ്പത്തിക കാര്യങ്ങൾ നടത്താനും സാധിക്കും. ആധാർ കാർഡിലെ പേരും പാൻ കാർഡിലെ പേരും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ എങ്ങനെ മാറ്റാമെന്ന് വ്യക്തമായെന്ന് കരുതുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ജനഹിതം 24/7 സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം.